സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം കത്തിക്കാണും. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടൊരു പോസ്റ്റ് ഉണ്ട്, മാധ്യമങ്ങളെല്ലാം പങ്കുവച്ചൊരു പോസ്റ്റ്. അതായത് വരാനിരിക്കുന്ന തമിഴ് ചിത്രമായിട്ടുള്ള ധനുഷിന്റെ ചിത്രമായിട്ടുള്ള D55, ആ ചിത്രത്തിൽ മമ്മൂക്ക കൂടി ഉണ്ടെന്നുള്ള ഒരു കാര്യം നമ്മൾ എല്ലാവരും അറിഞ്ഞല്ലേ. അത് നമ്മളെല്ലാവരും ഇരു കരങ്ങളും നീട്ടിയാണ് സ്വീകരിച്ചത്. അതായത് കമ്മത്താൻ കമ്മത്തല്ലേ 2019 ശേഷം മമ്മൂക്ക വീണ്ടും അഭിനയിക്കാൻ പോകുന്ന ഒരു തമിഴ് ചിത്രം കൂടിയാണ്. പേരൻപിനൊക്കെ ശേഷം 2019 അല്ല, പേരൻപിനും ശേഷം അദ്ദേഹം അഭിനയിക്കാൻ പോകുന്നൊരു ചിത്രം കൂടിയാണ് ഈ പറയുന്ന D55. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ആ സിനിമയ്ക്കുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ചിത്രത്തിൽ അദ്ദേഹം അഭിനയിക്കാൻ പോകുന്നു. അദ്ദേഹത്തിന്റെ പ്രതിഫലത്തെ പറ്റിയുള്ള കാര്യങ്ങൾ, D55ലെ ഓരോ താരങ്ങളുടെയും പ്രതിഫലത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അവർ പുറത്തുവിട്ടു. അപ്പോൾ അങ്ങനെ മമ്മൂക്കയുടെ അടുത്ത് D55ൽ എത്ര പ്രതിഫലം വേണമെന്ന് ധനുഷ് ചോദിച്ചപ്പോൾ, അല്ലെ ധനുഷ് അങ്ങോട്ടൊരു ഓഫർ വെച്ചു, 35 കോടി നൽകാമെന്ന്. എന്നാൽ അപ്പോൾ മമ്മൂക്ക പറഞ്ഞത് അത്രയൊന്നും വേണ്ട, എനിക്ക് 35 കോടിയുടെ ഒന്നും ആവശ്യമില്ല എന്നാണ് മമ്മൂക്ക പറഞ്ഞത്. ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു വരുന്നതിന് മുൻപ്, അതായത് ഈ കാര്യങ്ങളെപ്പറ്റി നമ്മൾ വിശകലനം ചെയ്യുന്നതിന് മുൻപ് ഒരു കമൻറ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ സൈഡിൽ നോക്കി അറിയാൻ പറ്റും. അതായത് ഈ ഒരു പോസ്റ്റിന് താഴെ വന്നിരിക്കുന്ന കമൻ്റാണ് കേട്ടോ. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: സിനിമയിൽ വന്നിട്ട് 50 വർഷം കഴിഞ്ഞിട്ടും 100 കോടി പടമില്ലാത്ത ബോക്സ് ഓഫീസ് നിർഗുണനാണ് ഇവിടുത്തെ മെഗാ അച്ചാർ മമ്മൂട്ടി. മെഗാസ്റ്റാർ എന്ന ടൈറ്റിൽ പോലും ഇപ്പോൾ ചിരഞ്ജീവി കൊണ്ടുപോയി. ഇനി മമ്മദ് മെഗാസ്റ്റാർ ആണെന്ന് പറഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടും മമ്മദ് വാണത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മോൻ കമന്റ് ഇട്ടിട്ടുണ്ട്. ഇവൻ ഏത് മോനാണെന്നോ എവിടെ ഉണ്ടായതാണെന്നോ ഒന്നും നമുക്ക് ആർക്കും അറിയത്തില്ല, അവന് പോലും അറിയില്ല. അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യേണ്ട. അവൻ പറഞ്ഞത് ഇതുവരെയും 100 കോടി ക്ലബിൽ എത്തിയിട്ടില്ല മമ്മൂക്ക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതിന് ഞാൻ വേറൊരു പോസ്റ്റിൽ കൂടി തന്നെ ഒരു മറുപടി പറഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയാം. വേറെ പറഞ്ഞിട്ടിരിക്കുന്ന പോസ്റ്റ്, മൂവിമാൻ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന പേജിൽ ഇട്ടിരിക്കുന്നത്, മമ്മൂട്ടി ചിലപ്പോൾ 100 കോടി ക്ലബിൽ ഇല്ലായിരിക്കാം, പക്ഷേ ഓസ്കാർ അക്കാദമിയിലുണ്ട്. ഇതാണ് അവനൊക്കെയുള്ളൊരു മറുപടി. പക്ഷേ ഇത് കണ്ടാലും ഇതൊക്കെ കേട്ടാലും വിരളി പിടിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ രീതിയിൽ കമൻറ്റ് ചെയ്യുന്നത്. അതായത് മമ്മൂക്ക D55ൽ തനിക്ക് എത്ര വേണമെങ്കിലും പ്രതിഫലം തരാം, 35 കോടി രൂപ പ്രതിഫലം തരാം മമ്മൂക്ക ഈ ഒരു സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം അവിടെ എടുത്തു പറഞ്ഞൊരു കാര്യം, അതായത് എനിക്ക് 35 കോടി വേണ്ട. ഞാൻ ആ പറഞ്ഞ കാര്യത്തിലേക്ക് വീണ്ടും വരികയാണ് കേട്ടോ. ആ ഒരു പയ്യനെ പറ്റി നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. റിലവൻസ് ഇല്ലാത്തൊരു കാര്യമാണ്. നമുക്കറിയാം മമ്മൂക്ക എന്താണെന്നും എങ്ങനെയാണെന്നും ഏതൊക്കെ രീതിയിലാണെന്നെല്ലാം നമുക്കറിയാം. അതുകൊണ്ട് അവൻ്റെയൊക്കെ ഈ പറയുന്ന വായ്ത്താളങ്ങളൊക്കെ അവൻ്റെയൊക്കെ കയ്യിലിരിക്കട്ടെ. അപ്പം മമ്മൂക്ക ഈ ഒരു ചിത്രത്തിൽ പ്രതിഫലം വേണ്ട എന്ന് പറയാനുണ്ടായ കാരണം എന്താണ്? തനിക്ക് ഇട്ടുമൂടാനുള്ള, അല്ലെ തൻ്റെ പല തലമുറകൾക്ക് കഴിയാനുള്ള പണം അദ്ദേഹം സിനിമയിൽ നിന്നും അല്ലാതെയും ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, ബിസിനസ്സിൽ കൂടിയും ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും അല്ലേ. അപ്പം അങ്ങനെയുള്ളത് കൊണ്ടാണോ മമ്മൂക്ക ഈ ചിത്രത്തിനും ഈ പ്രതിഫലം വേണ്ട എന്ന് പറഞ്ഞത്? അതായത് 35 കോടി എനിക്ക് വേണ്ട എന്ന് പറയാൻ കാരണമുണ്ടായത് അതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. നമുക്കറിയാം മമ്മൂക്ക എന്ന് പറയുന്നൊരു നടന് സിനിമയോടാണ് അഭിനിവേശം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പണത്തിനോട് എന്നതിനേക്കാൾ അപ്പുറം സിനിമ എന്ന് പറയുന്ന ഒരു മായാലോകത്തിനോട്, സിനിമ എന്ന് പറയുന്ന ഒരു 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 എന്താ പറയുക, ജനങ്ങളെ അത്രയേറെ ആകർഷിക്കുന്ന ആ ഒരു ലോകത്തിനോട് അതിയായ അഭിനിവേശമുള്ള ഒരു മനുഷ്യനാണ് മമ്മൂട്ടി. ഒരു തരത്തിൽ പറഞ്ഞാൽ സിനിമയോട് ഭ്രാന്താണെന്ന് തന്നെ നമുക്ക് പറയാം. ശ്രീനിവാസൻ തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി ഒരു ഭ്രാന്തനാണെന്നുള്ളത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിനിമയോട് ഒരിക്കലും അടങ്ങാത്ത ഒരു അഭിനിവേശവും ഭ്രാന്തുമാണ് മമ്മൂട്ടിക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് തന്നെയാണ് നമുക്ക് അറിയാവുന്നത്. ഓരോ കഥാപാത്രങ്ങൾ, തനിക്ക് കിട്ടുന്ന ഏത് കഥാപാത്രം ആയിക്കോട്ടെ, അതിനെ ഒന്നിനൊന്ന് മികച്ചതാക്കാൻ വേണ്ടി മമ്മൂക്ക ചെയ്ത് കൂട്ടുന്ന ഓരോ പരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഭീഷ്മപർവ്വം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് റോബോട്ടിക് ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ, ഫൈറ്റ് രംഗങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ മമ്മൂക്ക ഏത് രീതിയിലാണ് ഫൈറ്റ് ചെയ്യുന്നതെന്നും ഏതൊക്കെ രീതിയിലാണ് മമ്മൂക്ക ക്യാമറയ്ക്ക് മുൻപിൽ നിന്ന് തിളങ്ങി ആടുന്നത്, നിറഞ്ഞാടുന്നതെന്നൊക്കെ നമ്മൾ കണ്ടതാണല്ലേ. ഈ ഒരു പ്രായത്തിലും തനിക്ക് കിട്ടുന്ന എന്തുമായിക്കോട്ടെ, ചെറിയ റോള് വലിയ റോള് ഏത് റോളും ആയിക്കോട്ടെ, അതൊക്കെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് ഗവേഷണം കണ്ടെത്തി, അല്ലെ ഗവേഷണം ചെയ്തുകൊണ്ട് അതിനെയൊക്കെ തൻ്റെതായിട്ടുള്ള രീതിയിലേക്ക് വരുത്തി തീർത്തുകൊണ്ട്, അല്ലെ മെരുക്കി എടുത്തുകൊണ്ട്, ആ മെരുക്കി എടുത്ത രീതിയിൽ തന്നെയാണ് മമ്മൂക്ക അഭിനയിക്കുന്നത്. അത് അച്ഛൻ വേഷമായിക്കോട്ടെ, മകൻ വേഷമായിക്കോട്ടെ, വേലക്കാരനായിക്കോട്ടെ, ഭിക്ഷക്കാരനായിക്കോട്ടെ, ഏതുമായിക്കോട്ടെ. ഉർവശി ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരേ സമയം മമ്മൂട്ടിക്ക് ഭിക്ഷക്കാരനാകാൻ സാധിക്കും, അതേസമയം തന്നെ രാജാവാകാനും സാധിക്കും. എന്നാൽ മോഹൻലാലിന് ഇത് രണ്ടും പറ്റില്ല. മോഹൻലാലിന് രാജാവായിട്ട് മാത്രമേ ഇരിക്കാൻ പറ്റുകയുള്ളൂ. കാരണം അത്രയും വണ്ണം, അത്രയും അദ്ദേഹത്തിൻ്റെ ബോഡി കണ്ടു കഴിഞ്ഞാൽ റിച്ച് ആയിട്ടുള്ളൊരു മനുഷ്യനായിട്ടാണ് തോന്നുക. അദ്ദേഹം ഒരു ഭിക്ഷക്കാരൻ്റെ വേഷം ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ തുപ്പും, അല്ലെങ്കിൽ ജനങ്ങൾ കളിയാക്കും എന്ന് പറയുന്നത് പോലെയാണ്. പക്ഷേ മമ്മൂട്ടിയുടെ ബോഡി കൊണ്ട് മാത്രമല്ല, മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ ആ ഒരു അഭിനിവേശം കൊണ്ടുമെല്ലാം അദ്ദേഹത്തിന് ഏതൊക്കെ തലങ്ങളിൽ പോകാൻ സാധിക്കുമെന്നുള്ളതൊക്കെ നമ്മൾ മൃഗയെ പോലെയുള്ള സിനിമകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് അതിനുശേഷം പേരൻപ്, അങ്ങനെയുള്ള ഓരോ സിനിമകൾ, കളങ്കാവൽ, കാതൽ, ഇങ്ങനെയുള്ള എല്ലാ സിനിമകളിലും നമ്മൾ കണ്ടു നായക പരിവേഷത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഞാൻ വലിയ സംഭവമാണ്, ഞാൻ വലിയ എത്രയും വർഷങ്ങളായിട്ട് സിനിമയിലുണ്ട് എന്നുള്ള ചിന്താഗതികളൊന്നും മനസ്സിലില്ലാതെ സിനിമയിലേക്ക് വന്ന് തനിക്ക് കിട്ടുന്ന കഥാപാത്രം, അത് നെഗറ്റീവ് റോൾ ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, അത് ഏതെങ്കിലും ഒരു സൈക്കോ റോൾ ആയിക്കോട്ടെ, ഏത് കിട്ടിയാലും അതെല്ലാം തനിക്ക് ആപ്റ്റാവുന്ന രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തു വെക്കാറുണ്ട്. തനിക്ക് ആപ്റ്റാവുന്നതെന്ന് പ്രത്യേകിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ഏതൊരു കഥാപാത്രം, നിങ്ങളൊരു കഥ എഴുതി മമ്മൂക്കയുടെ മുന്നിൽ കൊണ്ട് കൊടുക്കുക, അതിന് അപ്പം ജീവൻ വെച്ച് കാണിച്ചു തരും, ജീവൻ വെപ്പിച്ച് കാണിച്ചു തരും. മമ്മൂക്ക അവിടെ ഒരു കഥാപാത്രമായി തന്നെ മാറും. നിമിഷ നേരം കൊണ്ട്, ആക്ഷൻ
കട്ടിലും കട്ടുമെന്നും പറയണ്ട. ആ നിമിഷ നേരം കഥ മമ്മൂക്ക ഞാനൊരു വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. മമ്മൂക്ക ഈ കഥ കേൾക്കുന്ന സമയത്ത് മമ്മൂക്ക എപ്പോഴും കയ്യിലൊരു ലാപ്ടോപ്പ് കാണും. ആ ലാപ്പിൽ ഇങ്ങനെ മമ്മൂക്ക കുത്തിക്കൊണ്ടിരിക്കും കഥ പറയുമ്പോൾ. എന്നിങ്ങനെ പറഞ്ഞ് ഓരോന്നിങ്ങനെ കഥകൾ ഇങ്ങനെ പറഞ്ഞ് ഓരോ സന്ദർഭങ്ങളൊക്കെ പറയുമ്പോഴും മമ്മൂക്ക ഇങ്ങനെ ലാപ്പിൽ കുത്തിയതിന് ശേഷം കഥ എവിടെയാണോ നിർത്തുന്നത് അവിടെ കൊണ്ട് മമ്മൂക്ക ഒരു ചോദ്യം ചോദിക്കും. എന്താണ് ഇതിൻ്റെ അവസാനം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ പറഞ്ഞു നിർത്തിയത്, അവിടെ നിന്ന് തുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന, അതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. ഞാനത് വേറൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ആ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മൈൻഡിലുണ്ട്, അദ്ദേഹത്തിൻ്റെ ചെവിയിൽ കൂടി അദ്ദേഹം അതെല്ലാം കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയാണ് മമ്മൂക്ക. അതായത് തൻ്റെ മുൻപിൽ കാണുന്നതെല്ലാം തൻ്റെ മുൻപിൽ കാണുന്നതിനെ മാത്രം വിശ്വസിക്കുന്ന, തൻ്റെ മുൻപിൽ കാണുന്ന ദുരിതങ്ങളിലുള്ള, അല്ലെങ്കിൽ തൻ്റെ മുൻപിൽ വരുന്ന ദുരിതം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്ന, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമാണ് മമ്മൂക്ക. ഈ ഒരു കമന്റ് ഇട്ട മോനുള്ളൊരു മറുപടി ഞാൻ എന്തായാലും പറയാം. എടാ മോനെ, മമ്മൂക്ക 55 കോടി അല്ല 35 കോടി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് കാശുള്ളത് കൊണ്ടൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് കാശുണ്ടെങ്കിൽ, ഇട്ടുമൂടാനുള്ള കാശുണ്ടെങ്കിലും അദ്ദേഹം ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അതായത് രാജഗിരി ഹോസ്പിറ്റലുമായിട്ട് ചേർന്ന് അദ്ദേഹം ചെയ്യുന്ന 7ഓളം നല്ല പ്രവൃത്തികളുണ്ട്. ഓരോ ഫൗണ്ടേഷനിലെ അണ്ടറിൽ അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഓഹരി വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൂടാതെ അദ്ദേഹം വേറെയും നല്ല പ്രവർത്തികൾ ഒരുപാട് ചെയ്യുന്നൊരു മനുഷ്യനാണ്. വെറുതെ വായ്ത്താളം വിട്ടുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഏട്ടൻ പറയുന്നത് പോലെ ഒന്നും ചെയ്യാറില്ല മമ്മൂക്ക. ഞാനിത് രണ്ടുപേരെയും തമ്മിൽ കളിയാക്കുന്നൊന്നുമല്ല. പക്ഷെ പറയുമ്പോൾ നമ്മളെല്ലാം പറയണം. ഇവൻ ഏതൊരു ഏട്ടൻ ഫാനോ ഏതൊരു അന്തം കമ്മിയോ എന്തോ സംഖ്യയോ ഏതോ പുത്രനാണ്. അപ്പോൾ അങ്ങനെയുള്ളവൻ ഈ രീതിയിൽ വന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ കൈയും കിട്ടി നോക്കിയിരിക്കാൻ പറ്റില്ല. നമ്മുടെ കൺമുൻപിൽ കാണുന്നതാണ് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ഇതിഹാസത്തിൻ്റെ പ്രവൃത്തികൾ. അതിനെ നമ്മളെല്ലാവരും മാനിച്ചേ മതിയാവുള്ളൂ. ഈ ഒരു പ്രായത്തിലും അദ്ദേഹം അഭിനയിക്കുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഓഹരി മറ്റുള്ള പാവങ്ങൾക്ക് സഹായമാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നു. എത്ര നല്ല പ്രവൃത്തികൾ ചെയ്താലും ദൈവതുല്യനായിട്ട് ജനങ്ങൾ എല്ലാവരും കണ്ടാലും അതിനിടയിൽ എന്തായാലും ഒരു പുഴുക്കൽ വന്നാൽ, പുഴുകുത്തൽ വന്നൊരു സാധനം കാണും എന്ന് പറയുന്നത് പോലെ ഇവനെയും കണ്ടാൽ മതി. അവൻ പറയുന്നത് 100 കോടി ക്ലബ്ബിൽ എത്തിയില്ലെന്നാണ്. എടാ, 100 കോടി ക്ലബ്ബിൽ എത്തിയില്ലെങ്കിൽ എന്താണ്? 100 കോടി ക്ലബ്ബിൽ എത്തി എത്ര പേര്, എത്രയും ജനങ്ങളുടെ മനസ്സിൽ ഇത്രയേറെ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. മമ്മൂക്ക ഇവിടെ 100 കോടി ക്ലബ്ബിൽ എത്തിയില്ലെങ്കിലും ഈ 3.5 കോടി ജനങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പൊ മുതൽ ഈ ഫെബ്രുവരി 12-ാം തീയതി മുതൽ ഈ പറയുന്ന 3.5 കോടി ജനങ്ങളുടെയും ഇടയിൽ മമ്മൂക്കയുണ്ട്. അങ്ങ് അമേരിക്കയിൽ ഒരു ചിത്രം തിരഞ്ഞെടുത്തു, അതായത് സ്വമേധയാ തിരഞ്ഞെടുത്ത, ഓസ്കാർ അക്കാദമി സ്വമേധയാ തിരഞ്ഞെടുത്ത ഒരു ചിത്രമാണ് മമ്മൂക്കയുടെ ചിത്രം. അതും ലാലേട്ടന്റെ ചിത്രമല്ല, സ്വമേധയാ തിരഞ്ഞെടുത്ത ചിത്രം. നിങ്ങൾ വേറെ രീതിയിൽ പറയരുത്. സ്വമേധയാ ഓസ്കാർ അക്കാദമി തിരഞ്ഞെടുത്ത ഒരു ചിത്രം. അവിടെ പഠിപ്പിക്കണമെന്നും കുട്ടികളെ കാണിക്കണമെന്നും ബ്രിട്ടീഷുകാരെ കാണിക്കണമെന്നും അവർ ചിന്തിച്ചൊരു ചിത്രം. അതായത് ചിത്രമാണ് ഭ്രമയുഗം. ആ ഭ്രമയുഗം എന്ന് പറയുന്ന ചിത്രത്തിൽ കാണിച്ചു വെച്ചിരിക്കുന്ന അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ഏട്ടന് ചെയ്യാൻ പറ്റുമോ? ലാലേട്ടന് ചെയ്യാൻ പറ്റുമോ? മുക്കും മുക്രയിടും, ഒരു കോപ്പും ചെയ്യാൻ പറ്റില്ല. മമ്മൂക്ക തൻ്റെ ഏതൊരു പ്രായം, കൊച്ചിലെ തൊട്ട് ഈ ഒരു പ്രായത്തിൽ 76-86 വയസ്സായാലും അദ്ദേഹം ചെയ്യുന്ന കഥാപാത്രങ്ങൾ എപ്പോഴും വ്യത്യസ്തമായിരിക്കും. ആ വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഏതറ്റം വരെയും പോകും. അതിനിയും അദ്ദേഹത്തിൻ്റെ മരണം കാണുന്ന ഒരു കഥാപാത്രമാണെങ്കിലും അത് വേണമെങ്കിൽ അദ്ദേഹം ചെയ്യാൻ തയ്യാറാണ്. കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് നമുക്കറിയാം മമ്മൂക്ക ലാസ്റ്റ് അടിച്ച് നിലംപരിശാക്കി തകർത്ത് കളയാണ്. ചോര തലയിൽ കൂടി പോയിട്ട് മമ്മൂക്ക മരിക്കുന്ന പോലെ സീനാണ് കാണുന്നത്. എന്നാലും അവിടുന്ന് എണീറ്റ് വന്നിട്ട് പുക ഇങ്ങനെ ബോൾ ചെയ്ത് വിടുന്നൊരു മമ്മൂക്ക നമ്മൾ കാണുന്നുണ്ട്. വേറെ പേരായിരിക്കും പറയാം, എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബോൾ ചെയ്യുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെയും ഇവിടെയും എല്ലായിടത്തും മമ്മൂക്ക എന്നും അന്നും ഇന്നും എന്നും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സിബി മലയിൽ പറഞ്ഞതുപോലെയാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ 100 കോടിയൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഇവിടെയുള്ള കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ജനങ്ങളോടും നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. ഓരോ കുഞ്ഞുങ്ങളോട് ചോദിച്ചു നോക്ക്. അവർ പറയും മമ്മൂക്ക ഒരു മനുഷ്യനാണെന്നുള്ളത്. അതായത് ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും അതിർവരമ്പുകൾ ഒന്നും മനസ്സിലില്ലാതെ അതിനെയെല്ലാം വലിച്ചു കീറിക്കൊണ്ട് ആ അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് മലയാള സിനിമ കീഴടക്കിയ, മലയാള സിനിമയെ ഇന്നീ കാണുന്ന രീതിയിൽ വാനോളം ഉയർത്താൻ സഹായിച്ച ഒരു വ്യക്തി തന്നെയാണ് മമ്മൂക്ക. അങ്ങനെയുള്ള മമ്മൂക്കയെ മോഹൻലാലുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. രണ്ടും എൻ്റയർലി ഡിഫറൻ്റ് ആണ്. മോഹൻലാൽ പണത്തിന് വേണ്ടി എന്തും കാണിച്ചു കൂട്ടും, എന്ത് കോപ്രായം കാണിക്കാൻ അയാൾ തയ്യാറാണ്. എന്നാൽ മമ്മൂക്ക പണത്തിന് വേണ്ടിയല്ല, സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്ന, അല്ല ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു മേഖല അത് ഉയർത്തിക്കൊണ്ട് വരണം. അതിനുവേണ്ടി തന്നെയാണ് ധനുഷിൻ്റെ അടുത്ത് പറഞ്ഞത്. അദ്ദേഹം 35 കോടിയോ 100 കോടിയോ കൊടുക്കാമെന്ന് പറഞ്ഞാലും മമ്മൂക്ക പറഞ്ഞത് സിനിമ ഉണ്ടാവട്ടെ, നല്ല സിനിമകൾ ഉണ്ടാവട്ടെ, അതിന് വേണ്ടിയിട്ടുള്ള സംഭാവനകൾ ഞാൻ ചെയ്യാം എന്നാണ് മമ്മൂക്ക പറഞ്ഞത്. ആശാൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷന് വേണ്ടി മമ്മൂക്ക വന്നത് മമ്മൂക്ക സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടോ ഫണ്ട് ചെയ്തുകൊണ്ടോ ആണോ? ഒരിക്കലുമല്ല. നല്ല സിനിമകൾ എല്ലാ ജനങ്ങളും കാണണം. അത് വെറുതെ കുറച്ച് ആളുകൾ കണ്ടിട്ട് അതങ്ങനെ നല്ല പ്രസൻസ് കിട്ടിയാൽ OTT പോകുമ്പോൾ നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ട് കാര്യമില്ല. തിയേറ്ററിൽ പോയി തന്നെ കാണണം. മലയാള സിനിമാ മേഖല ഉയർന്നു വരണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം അവിടെ ഇന്ദ്രൻ സേടിൻ്റെ കൂടെ പോയത്. അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? ഒരിക്കലും ഇല്ല. മമ്മൂക്ക തന്നെ പറഞ്ഞു, എനിക്കറിയില്ല എന്തിനാ ഞാൻ വന്നതെന്നുള്ളത്, ഞാൻ ഈ സിനിമയുടെ ഭാഗമേ അല്ല എന്നുള്ളത്. അങ്ങനെ പറയുമ്പോഴും നല്ല സിനിമകൾ ഉണ്ടാവണം. നല്ല സിനിമകൾക്ക് വേണ്ടിയിട്ട് എല്ലാ പിന്തുണയും കൊടുക്കുന്ന ഒരു മമ്മൂക്കയെ നമ്മളവിടെ കാണുന്നുണ്ട്. 100 കോടി 500 കോടി 1000 കോടി ഒന്നും ഞങ്ങൾക്ക് വേണ്ട. എന്നും ഈ മലയാളത്തിൻ്റെ മൂത്തവനെ, മലയാളത്തിൻ്റെ വലിയേട്ടനെ, മലയാളത്തിൻ്റെ ഇതിഹാസത്തിനെ, മലയാളി സംസ്കാരത്തിൻ്റെ കാതലായിട്ടുള്ള മമ്മൂക്കയെ ഇങ്ങനെ തന്നെ കണ്ടാൽ മതി. ദീർഘായുസ്സോടുകൂടി ഇനിയും ഒരുപാട് യുഗങ്ങൾ, ഒരുപാട് കാലങ്ങൾ താണ്ടാൻ സാധിക്കട്ടെ. നമുക്കെല്ലാവർക്കും എന്നും നമ്മളെ വിസ്മയിപ്പിക്കുന്ന മമ്മൂക്കയെ ഒരു തെല്ലിട വിടാതെ, അല്ലെങ്കിൽ അതിലൊരു കുറവ് പോലും വരാതെ കാണാൻ സാധിക്കട്ടെ എന്ന്
പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. സംഘിക്കുട്ടന്മാരും ഏട്ടൻ ഭക്തൻസും ഒക്കെ ഒരു സൈഡിലേക്ക് മാറി നിൽക്കുക. അയാൾ ഇനിയും ഒരുപാട് ദൂരങ്ങൾ പോകാനുണ്ട്, ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് അയാൾക്ക്. അത് അയാൾ ചെയ്തു തീർക്കട്ടെ. ഓക്കെ, ബൈ.